പാണ്ടിക്കാട് സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ കീഴിൽ നടക്കുന്ന സാന്ത്വന പരിചരണവും പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനായി 23 വാർഡുകളിൽ നിന്നുള്ള സപ്പോർട്ടിംഗ് കമ്മിറ്റി രൂപീകരണം BTS ഹാളിൽ നടന്നു. IAPC പ്രതിനിധി MG പ്രവീൺ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് തലത്തിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ വിപുലമാക്കാൻ സപ്പോർട്ടിംഗ് കമ്മിറ്റി രൂപീകരണമാണ് പ്രധാന ലക്ഷ്യം. ഓരോ വാർഡിൽ നിന്നും കുറഞ്ഞത് 5 പേരെ പങ്കെടുപ്പിക്കാനാണ് പദ്ധതിയിട്ടത്. പല വാർഡുകളിൽ നിന്നും പറഞ്ഞതിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്തു. പാലിയേറ്റീവ് പരിചരണം ആർക്കെല്ലാം വേണ്ടിവരും, ഭാവിയിലെ പ്രശ്നങ്ങൾ, ഒറ്റപ്പെടൽ, ദീർഘകാല രോഗങ്ങളുടെ പ്രശ്നങ്ങൾ, കുടുംബത്തെ വ്യക്തിയെ ബാധിക്കുന്നത് എന്നും അതിൽ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സുഹൃത്തുക്കളുടെയും റോൾ, ഇടപെടൽ എന്നിവയെക്കുറിച്ച് MG പ്രവീൺ വിശദമായി സംസാരിച്ചു. പാരാപ്ലീജിയ കോട്ടപ്ലീജിയ എന്നൊക്കെ പറയാം. ഈ നട്ടലിലുള്ള കുഴപ്പമെന്ന പണ്ടുള്ള എങ്ങനെയുണ്ടല്ലോ, മുറിഞ്ഞ് 2 ലക്ഷമായാല് രണ്ടാമത് കൂട്ടി യോജിപ്പിക്കാനുള്ള ചികിത്സ ഇന്ന് രാവിലെ വരെ ഈ ഭൂമിയിൽ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മുടെ പഞ്ചായത്തിലുണ്ട് 10-ലധികം ആൾക്കാർ നട്ടലിനും പൊട്ടി കഴുത്തിനും അരക്ക് താഴെ തളർന്നു നടക്കുന്നത്. 10 മുതൽ 20 വരെ ആൾക്കാരാ പാരാപ്ലീജി കോട്ടപ്ലീജി ആയിട്ട് ഓരോ പഞ്ചായത്തിലുണ്ട്. ഓരോടും പറഞ്ഞത് വേലായുധത്തിന് ഈ തെങ്ങാറ്റ പണിക്ക് പോകില്ല, വിറക്കൊണ്ടിരിക്കുക. അടുത്ത വിഭാഗങ്ങളാണ് തലച്ചോറിലൊന്നെങ്കിൽ രക്തസ്രാവം ഉണ്ടോ, അല്ലെ രക്തം കട്ട പിടിക്കും. കാര്യം പ്രഷർ കൂടിയിട്ടും കുറഞ്ഞിട്ടും പിന്നെ ഡയബറ്റീസും ഒക്കെയാണ് പ്രധാന കാരണം. നല്ല സ്ട്രോക്ക് തലച്ചോറിൽ വന്നു വെച്ചാൽ ഒരു സൈഡ് പാരലൈസ്ഡാണ്. വീട്ടിൽ പറഞ്ഞു അത് കണ്ടുണ്ടാവും. കയ്യ് കോടി, കാല് കോടി, ചുണ്ട് കോടി, കണ്ണടഞ്ഞ് സംസാരശേഷിയും ശ്രവണശേഷിയും ഒക്കെ നഷ്ടപ്പെട്ട് പാതി തളർന്നു പോയ മനുഷ്യന്മാർ. അടുത്ത വിഭാഗമാണ് നമ്മുടെ വിലയിലൊക്കെ മക്കളുണ്ടല്ല, അതുപോലെ അല്ലാത്ത മക്കളും നിൽക്കുന്നത് ദുനിയാവിലേക്ക്. അത് കണ്ടിട്ടുണ്ടാവും. ഓട്ടിസം, മസ്കുലർ ഡിസ്ട്രോഫി, MR എന്നൊക്കെ പറഞ്ഞ പല പേരിട്ട് വിളിക്കുന്നു. വലിയ തലയ്ക്കായി വായന്ന് കയ്യിലൊക്കെ വിളിച്ച് ചിന്തിക്കാൻ, എഴുതാൻ, വരയ്ക്കാൻ, പഠിക്കാൻ, വായിക്കാനൊന്നും പറ്റാത്ത രീതിയിൽ ആർക്കോ വേണ്ടി ജനിച്ച് ആർക്കോ വേണ്ടി ജീവിക്കുന്ന പൈതങ്ങള് ഒന്നല്ല, പാണ്ഡികൾ നിങ്ങളെ പഞ്ചായത്തിലുണ്ട്. 80 മുതൽ 120 വരെ കുട്ടികള്. വാർഡ് തലത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ വേണമെന്നും എങ്ങനെ പ്രാദേശിക കൂട്ടായ്മകൾ വാർഡ് തലത്തിൽ നടത്താമെന്നും യോഗത്തിൽ ധാരണയായി. ചർച്ചയും സംശയ നിവാരണവും ഡോക്ടർ ഫിറോസ് ഖാൻ നടത്തി. സാന്ത്വനം പാലിയേറ്റീവ് ക്ലിനിക് വൈസ് ചെയർമാൻ MP ജയരാജൻ, വർക്കിംഗ് കമ്മിറ്റി ചെയർമാൻ VP ഷിബു, AT ഉമ്മർ, വാർഡ് പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, പാണ്ടിക്കാട്.